സുഹൃത്താണ്. നമ്മളിന്ന് +1 മോഡൽ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരുന്നതും പുതിയ ക്വസ്റ്റ്യൻസുകളും എല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ്സ്. ഏത് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകണമെന്ന് നല്ലപോലെ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ തരുന്നത്. നിങ്ങൾ ക്ലാസ് എല്ലാം കണ്ടു നോക്കണം. പ്രത്യേകിച്ച് ബുക്കിലോട്ടൊന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. പിന്നെ നമുക്ക് പബ്ലിക് എക്സാം ആകുമ്പോൾ പിന്നെ നോക്കാൻ കഴിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ മീൻസ് വേണ്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ബുക്കിൽ എഴുതിയിടണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഈ ക്ലാസ് മീൻസ് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിട്ട് അടിപൊളി ക്വസ്റ്റ്യൻസുകൾ നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ നമ്പർ ജോയിൻ ചെയ്യാം. കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ക്ലാസ് ഒന്ന് കണ്ട് നോക്കിയ ശേഷം. ഓക്കെ. A is equal to 1 plus I നമ്മുടെ കോംപ്ലക്സ് നമ്പറിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ a സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. എയുടെ വാല്യൂ 1 plus I ആണെങ്കിൽ a സ്ക്വയറിന്റെ വാല്യൂ എത്ര ആണെന്നാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ 1 - I എന്നാണ്, രണ്ടാമത്തെ ഓപ്ഷൻ 2I എന്നാണ്, മൂന്നാമത്തേത് I-1 എന്നാണ്, അടുത്തത് 1 plus I എന്നാണ് കേട്ടോ. ഇങ്ങനെ 4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. മിക്കവാറും നമ്മുടെ MCQ 1 മാർക്ക് ക്വസ്റ്റ്യനുകൾക്ക് മിക്കവാറും ഓപ്ഷൻസ് ചിലത് തരും. നിങ്ങളപ്പോൾ ഓപ്ഷൻസുകളെ യൂസ് ചെയ്യാം. എന്നാലും ഇത് ചെറിയ ക്വസ്റ്റ്യൻ അല്ലയോ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 plus I the whole square എന്നാണ്. a plus b the whole square, a square plus 2ab plus b square, that's all. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 plus I the whole square equal 1 plus 2 into 1 into I plus I square എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണല്ലോ. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഓക്കെ. 1 സ്ക്വയർ ഈസ് 1, 2 into 1 into I 2i, I സ്ക്വയർ ഈസ് ആരാമോനെ -1. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഈ +1 ഉം -1 ക്യാൻസൽ ആയി. ഫൈനൽ ആൻസർ ആരെ കിട്ടിയ മോനെ 2i. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 മാർക്ക് നമ്മുടെ പോക്കറ്റിലായിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ z ഈസ് ഈക്വൽ ടു cos π/4 പ്ലസ് I sin π/6. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഇസഡിനെ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പൊ cos π/4 പ്ലസ് I sin π/6 ആണ് കേട്ടോ. ഇവിടെ 4 ഇവിടെ 6 ആണ്. നമ്മൾ സാധാരണ ഒരു മോഡുലസിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇങ്ങനെയൊന്നും സാധാരണ 2 plus I 3 plus 2I എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നമുക്ക് വേറെ രീതിയിൽ കിട്ടുകയാണ്. കുഴപ്പമൊന്നുമില്ല, വളരെ ഈസിയാണ്. ഞാനൊരു മെത്തേഡ് പറയാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം പോലാക്കാം. ഇപ്പൊ cos π/4 എന്ന് പറഞ്ഞ ഒരു നമ്പർ ആയിട്ടില്ല. cos π/4 എന്ന് പറയുമ്പോൾ π/4 എത്ര ഡിഗ്രി 45. ഇപ്പൊ cos π/4 എന്ന് പറഞ്ഞാൽ cos 45 1/√2. ഓക്കെ. ഇത് 1/√2 പ്ലസ് I sin π/6 എത്ര sin π/6 π/6 30, sin π/6 sin 30, sin 30 എത്ര 1/2. അപ്പോൾ 1/√2 പ്ലസ് I into 1/2. വേണമെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വേണം എഴുതാം. ഇങ്ങനെ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഇസഡ്, മോഡുലസിന്റെ ഫോർമുല റൂട്ട് ഓഫ് ആരെന്നാമനെ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇവിടുത്തെ റിയൽ പാർട്ട് 1/√2 ആണ്, ഇമാജിനറി പാർട്ട് 1/2 ആണ്. ആൻസർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/√2 സ്ക്വയർ പ്ലസ് 1/2 ദ ഹോൾ സ്ക്വയർ. ഈ 1/√2 സ്ക്വയർ 1/2 സ്ക്വയർ ആൻസർ വരുമ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/2. ആദ്യത്തെ ടൈം 1/2 ആണ്, അടുത്തത് 1/4 ആണ്. ദാറ്റ് ഈസ് നമുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 4 plus 2/8 ആൻസർ ഈസ് റൂട്ട് ഓഫ് 6/8, റൂട്ട് ഓഫ് 3/4 ആൻസർ ഈസ് റൂട്ട് 3/2. ഓക്കെ. അത്രേ ഉള്ളൂ സിംപ്ലിഫിക്കേഷൻ. സാധാരണ പോലെ ഉള്ളൂ. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി. അപ്പൊ 6/8 കിട്ടി, കട്ട് ചെയ്യുമ്പോൾ 3/4 കിട്ടി. 4ന്റെ റൂട്ട് പുറത്ത് വരും 2, അപ്പോഴും റൂട്ടിനുള്ളിൽ 3 കിടക്കും. ദാറ്റ് ഈസ് റൂട്ട് 3/2. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യനും ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റിൽ നിന്നാണ് കേട്ടോ. ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻഡ്സ് ടു 1, x സ്ക്വയർ പ്ലസ് 3x മൈനസ് 4 ഡിവൈഡഡ് ബൈ x സ്ക്വയർ പ്ലസ് 4x മൈനസ് 5. ഓക്കെ. അപ്പൊ ഇതാണ് നമുക്കറിയാം ലിമിറ്റിന്റെ ക്വസ്റ്റൻസുകൾ വന്നാൽ നമ്മൾ ആദ്യം എക്സിന്റെ പ്ലേസിൽ 1 ഒന്ന് കൊടുത്ത് നോക്കണം. 0/0 എല്ലാം വരുന്നുണ്ടോ നോക്കാം. ഓക്കെ. അപ്പൊ എക്സിന് 1 കൊടുത്താൽ എന്താ മോനെ, ഇത് 1 സ്ക്വയർ. 1 സ്ക്വയർ എത്ര മോനെ 1 പ്ലസ് 3 into 1 അത് 3 മൈനസ് 4. അപ്പൊ 1 plus 3 minus 4 എന്ന് പറയുമ്പോൾ 4 minus 4. അപ്പൊ ന്യൂമറേറ്റർ ആരായി മോനെ 0. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ 1 പ്ലസ് 4 into 1 4. അപ്പൊ 1 plus 4 5 minus 5 അത് എത്രയായി മോനെ 0. അപ്പൊ ഇത് 0/0 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ ആണ് കേട്ടോ.
ഫാക്ടറൈസ് ചെയ്യുക, കോമൺ ടേംസ് ക്യാൻസൽ ആക്കുക. ഫാക്ടറൈസ് ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 4. ഇവിടെ നമുക്ക് സം ആൻഡ് പ്രോഡക്റ്റ് ചെയ്യാൻ ഞാൻ ആദ്യം ഡിയുടെ ആണ് ഫാക്ടറൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സം ഇവിടെ 3 എന്ന് നമുക്ക് എടുക്കാം, ആൻഡ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -4 എന്ന് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a അതൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ വേറെ മെത്തേഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. സം 3 ദിസ് 3 ആൻഡ് പ്രോഡക്റ്റ് ഈസ് -4. നിങ്ങൾ രണ്ട് നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം, സാറ്റിസ്ഫൈങ് ദീസ് ടു കണ്ടീഷൻസ്. രണ്ട് നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ മോനെ +3 വരണം, ഇൻറ്റു ചെയ്യുമ്പോൾ -4 വരണം. ആൻസർ അപ്പോൾ +4 ആൻഡ് -1. ശരിയല്ലേ മോനെ? 4 -1 ആഡ് ചെയ്താൽ +3, 4 -1 ഇൻറ്റു ചെയ്താൽ -4. ശരിയല്ലേ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശരിയാവുന്ന നമ്പേഴ്സ് ആണ്. അപ്പൊ ന്യൂമറേറ്ററിന് പകരം ഇങ്ങനെ എഴുതാം മോനെ, x+4 ഇൻറ്റു x-1 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ അതുപോലെ നമുക്ക് ഇനി ഫാക്ടറൈസ് ചെയ്യാം. ശ്രദ്ധിച്ചോ, അവിടെ നമുക്ക് വരുന്നത് സമ്മ എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്രോഡക്റ്റ് -5 ആമനെ. അപ്പൊ നമുക്കവിടെ രണ്ട് നമ്പേഴ്സ് വരുന്നത് ആരൊക്കെയായിരിക്കും? രണ്ട് നമ്പറിനെ കൂട്ടുമ്പോൾ 4, ഇൻറ്റു ചെയ്യുമ്പോൾ -5. അപ്പൊ അവിടെ വരുന്നത് +5 ആൻഡ് -1. ശരിയല്ലയോ? 5ഉം -1 കറക്റ്റ്. 5ഉം -1 ആഡ് ചെയ്താൽ +4, ഇൻറ്റു ചെയ്താൽ -5. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? x+5 ഇൻറ്റു x-1 കോമൺ ടൈംസ് ക്യാൻസൽ. ബാക്കി x+4 ബൈ x+5, x-ന് 1 കൊടുക്കുമ്പോൾ 1+4 ബൈ 1+5. ആൻസർ ഈസ് 5/6. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ ആൻസർ എളുപ്പം കിട്ടി, വളരെ സ്പീഡായിരുന്നില്ല, ഇല്ലയോ? കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായെന്ന് തോന്നല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള രീതിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈസിയായി. ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ എത്ര സമയം എടുക്കും? നിങ്ങളിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആണെങ്കിൽ -b ചെയ്യുക, എത്ര സമയം വേണം? രണ്ടുപേരും ചെയ്ത് എത്രയോ ടൈം പോകും. അപ്പം നമ്മൾ മാക്സിമം സ്പീഡും ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡ്സുകൾ പഠിക്കണം, പക്ഷെ മാർക്ക് കിട്ടുകയും വേണം. ആ രീതി കൂടെ വേണം. ഓക്കെ ആണല്ലോ? നമ്മുടെ നാലാമത്തെ ചോദ്യം നമ്മുടെ മിസ്ലേനിയസ് എക്സസൈസ് കിടക്കുന്ന ട്രിഗണോമെട്രിക്കൽ ക്വസ്റ്റൻ ആണ്. എക്സാമിന് വളരെ സാധ്യതയുള്ള ഇച്ചിരി ടഫ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ഇച്ചിരി. പ്രൂവ് ദാറ്റ് cos x plus cos y the whole square plus sin x plus sin y the whole square equal to 4 cos square x minus y/2. ഇതിൽ 1-2 മെത്തേഡ്സുകളുണ്ട്. ഞാൻ ഒരു മെത്തേഡ് ഒന്ന് പരിചയപ്പെടുത്താം, നിങ്ങൾ നോക്കുക മനസ്സിലാവുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം cos x plus cos y the whole square, അത് നമ്മുടെ LHS-ലെ ഫസ്റ്റ് ടൈം അല്ലേ? cos x plus cos y എന്ന് പറയുമ്പോൾ നമ്മുടെ cos y plus cos y, അല്ലെങ്കിൽ അതിന് ഫോർമുല ഉണ്ടല്ലോ, cos x plus cos y, that is 2 cos x plus y/2 into cos x minus y/2. അതിന്റെ ഹോൾ ആരുണ്ട് മോനെ? സ്ക്വയർ. sin x plus sin y the whole square 2 sin x plus y/2 cos x minus y/2, that is 2 sin x plus y/2 cos x minus y/2 the whole അരമനെ സ്ക്വയർ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അങ്ങനെ എഴുതാം, that is equal to, ഇവിടെ നമുക്ക് 2 ഉണ്ട്, ഇതുണ്ട്, 3 ആണ് സ്ക്വയർ. 3 സ്ക്വയർ വരുമ്പോൾ ആദ്യം 2 സ്ക്വയർ. വാട്ട് ഈസ് 2 സ്ക്വയർ? എത്ര മോനെ? 4. അടുത്തത് cos സ്ക്വയർ x plus y/2. അടുത്തത് cos സ്ക്വയർ x minus y/2 പ്ലസ് again 2 സ്ക്വയർ 4 sin സ്ക്വയർ x plus y/2 into cos സ്ക്വയർ x minus y/2. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഇൻറ്റു ആയതുകൊണ്ട് പ്രത്യേകം സ്ക്വയർ കൊടുക്കും. ഇപ്പൊ a ഇൻറ്റു b ഇൻറ്റു c ഹോൾ സ്ക്വയർ, a സ്ക്വയർ, b സ്ക്വയർ, c സ്ക്വയർ, അതേമാതിരി. ഓക്കെ, ഇപ്പൊ നോക്കിക്കുമ്പോൾ രണ്ടിടത്ത് 4 ഉണ്ട്, 4നെ കോമൺ എടുക്കാം. നെക്സ്റ്റ് cos സ്ക്വയർ x minus y/2 cos സ്ക്വയർ x minus y/2 ഉണ്ട്. ഈ ടൈം രണ്ടിടത്തും ഇല്ലേ മോനെ? അയാളെ നമുക്ക് എന്തെടുക്കാം മോനെ? കോമൺ. അപ്പൊ 4 cos സ്ക്വയർ x minus y/2നെ കോമൺ എടുത്താൽ ബ്രാക്കറ്റിൽ ഇനി ഇതണ്ടപ്പോ ഇയാളും പോന്നു, ഇയാളും അല്ലെ? ബാക്കി ഇവിടെ ആരുണ്ട് മോനെ? cos സ്ക്വയർ x plus y/2. ഇവിടെ ആരുണ്ട്? sin സ്ക്വയർ x plus y/2 എന്നുണ്ട്. ഓക്കെ, ബ്രാക്കറ്റിലെ വായിച്ചിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? cos സ്ക്വയർ x plus y/2 plus sin സ്ക്വയർ x plus y/2, sin സ്ക്വയർ a plus cos സ്ക്വയർ a അല്ലേ? sin സ്ക്വയർ x plus cos സ്ക്വയർ x. ഇങ്ങനെ sin സ്ക്വയറും cos സ്ക്വയറും കണ്ടു കഴിഞ്ഞാൽ പ്ലസ് വന്നാൽ 1 എന്ന് എഴുതാം. ഉള്ളിലുള്ള സെയിം ആണെങ്കിൽ ഇവിടെ രണ്ടും ഉള്ളിലുള്ള സെയിം അല്ലേ മോനെ? അപ്പൊ ഇതിന്റെ ആൻസർ ആരാത്തിന് മാറും? 1. അപ്പം ആൻസർ വരുമ്പോൾ 4 cos സ്ക്വയർ x minus y/2 into 1. ഫൈനൽ ആൻസർ 4 cos സ്ക്വയർ x minus y/2. നമ്മുടെ RHS ആയി കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലേ? നമ്മളിന്ന് കാണുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഇത്തിരി പ്രശ്നമായിരുന്നു. ഇപ്പൊ ഈസിയായി. വേറെ മെത്തേഡ് ഉണ്ട്. ഇതിപ്പോ a+b the whole സ്ക്വയറും ഇത് a+b the whole സ്ക്വയർ ഒക്കെ എക്സ്പാൻഡ് ചെയ്ത് പിന്നെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇത്തിരി നല്ലത്. ഓക്കെ, ഈ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ്സുകൾ ഇനിയും വരും. എല്ലാവരും കാത്തിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ,
എല്ലാവരും നന്നായിട്ട് പഠിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.